ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫോഗ് ലാമ്പ്, നല്ല അടിപൊളിയായിട്ടുള്ള 2 ഫോഗ് ലാമ്പ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇതാണ് ആ ഫോഗ് ലാമ്പിൻ്റെ വയറിങ്ങും കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ റിലേ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വയർ കട്ടിങ്ങോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിലേക്ക് കയറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് കവറ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ചെറിയൊരു സ്റ്റീരിയോ വരുന്നതാണ്, കമ്പനി സ്റ്റീരിയോ വരുന്നതാണ്. ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മിററിൽ ഒരു മിറർ LCD വെച്ചിട്ടുണ്ട്, അതിനൊരു ക്യാമറയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ്, മിററിലെ ക്യാമറ നമുക്ക് മാറ്റണം, അല്ല മിററിലുള്ള ഡിസ്പ്ലേ മാറ്റി നല്ലൊരു ഡിസ്പ്ലേ വേറെ വെക്കാനുള്ളൊരു താല്പര്യപ്രകാരമാണ് നമ്മൾ ഈ മിറർമത്തെ LCD മാറ്റുന്നത്. ഈ മിറർമ വരുന്ന LCD ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന, നമുക്ക് ഒന്നാമത് നമുക്ക് ഉൾവശം മറ്റേ മിറർ കറക്റ്റ് കാണാൻ പറ്റില്ല വേറൊരു LCD വെക്കുമ്പോൾ. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിറർ LCD നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, അതിന് വരുന്ന ക്യാമറ തന്നെയാണ് നമ്മൾ ഈ സെറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലേക്ക് വിനയൽ മാറ്റ്, അതേപോലെ തന്നെ നല്ല സീറ്റ്, പിന്നെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. ഈ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു യൂണിറ്റ്, ഇപ്പോൾ ഈ വയർ കണ്ടില്ലേ നിങ്ങൾ, ഈ വയറും അതേപോലെ തന്നെ ഒരു ക്യാൻവസും കൂടിയിട്ട് ഇതിൽ കാണും, ചെറിയൊരു ക്യാൻവസ്, ചെറിയൊരു യൂണിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി സ്റ്റീരിയോ ഉള്ള വണ്ടിയിൽ, പ്രത്യേകിച്ച് ടാറ്റയുടെ വണ്ടിയിൽ കമ്പനി സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അത് മാറ്റി വിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു യൂണിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യണം. നമുക്ക് ബാക്കി സിമ്പിൾസ്, ഇപ്പോൾ ഡോറ് തുറന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ സിമ്പിൾസ് നമുക്ക് ഡിസ്പ്ലേയിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാൻവസ് ആഡ് ചെയ്യുന്നത്. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറഞ്ഞ ഈ പീസാണ് ശരിക്കും നമുക്ക് 6 പീസ് വരുന്നുണ്ട്. ഒരു സൈഡിലേക്ക് 3 പീസ് വരുന്നുണ്ട്, ഒരു ചെറിയ പീസ്, 2 വലിയ പീസും. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നത് ശരിക്കും ഒരു ഷോ വരുന്നൊരു ഐറ്റമാണ്. നമ്മുടെ വണ്ടിമിക്ക് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ് അത്. അതേപോലെ നമ്മുടെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തതിൻ്റെ ബോക്സാണത്. ഫോഗ് ലാമ്പ് നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. വാൾമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള വയറിംഗ് കിറ്റൊക്കെ അടക്കം വരുന്നൊരു ഫോഗ് ലാമ്പാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാലും സ്റ്റീരിയോ ഫിറ്റ് ചെയ്താലും നമുക്കതിന് വയർ കട്ടിങ് ആവശ്യം വരുന്നില്ല. ഇതൊരു ചെറിയൊരു ഫ്ലാപ്പാണ്. ആ ഫോഗ് ലാമ്പ് വരുന്ന ഭാഗത്ത് വന്നിരുന്ന ഡമ്മി പീസാണ്, നമ്മൾ മാറ്റിയത്. അത് ശരിക്കും ലോക്കാണ് കേട്ടോ, 2 സൈഡിൽ നിന്ന്. അത് ബാക്കിൽ ഒരു സ്ക്രൂസ് ഇട്ട് ഫിറ്റ് ചെയ്യുന്ന, 2 സ്ക്രൂസ് വെച്ച് ഫിറ്റ് ചെയ്യുന്നതാണ്. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. അതേപോലെ ചിലതിന് നമ്മൾ കട്ട് ചെയ്യണം, ചിലതിന് നമുക്കതിൽ വരുന്നത് ലോക്കായിരിക്കും, ലോക്ക് പിടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. ഈ ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞ വണ്ടിയുടെ സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. ഫുൾ ബ്ലാക്കിൽ റെഡ് സിൽവർ ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബാക്ക് സീറ്റിൻ്റെ ചാരുഭാഗമാണ്, അല്ലെ സീറ്റ് ഭാഗമാണ്, ബാക്കിലെ സീറ്റിൻ്റെ സീറ്റ് ഭാഗമാണ് ആ ചാരി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിക്കേണ്ടത് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡോറിലെ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിച്ചു. ഞാൻ എൻ്റെ തൊട്ട് പുറകിൽ വരുന്ന ഡോറിൻ്റെ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറിൽ ഒരു പീസും ബാക്കിലെ ഡോറിൽ 2 പീസായിട്ടാണ് നമുക്ക് ഈ വിൻഡോ ഗാർണിഷ് ലോവർ വരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റ് നമുക്കിതിന് സാധാരണഗതിയിൽ വരില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്രോം ഐറ്റത്തുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരണമെങ്കിൽ ഒന്നും പാടത്തെ വെള്ളമായിരിക്കണം, അതല്ലെങ്കിൽ കുഴൽ കിണറുള്ള വെള്ളം, എന്തെങ്കിലും കെമിക്കൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും പാട് വീഴുള്ളൂ. അതുമാത്രമല്ല, പാട് വീഴണമെന്നുണ്ടെങ്കിൽ വെള്ളം തുള്ളി അവിടെ ഇരുന്ന് ഉണങ്ങണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് തുടച്ച് കളയണമെങ്കിൽ ഒരു കാരണവശാലും പാട് വീഴില്ല. അപ്പോൾ നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ്, അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് അതിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഈ ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഫുൾ വർക്ക് അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളതിൽ ചെയ്തിട്ടുള്ളത് 3 ഐറ്റംസ് അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന്, നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫോഗ് ലാമ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന 2 ഫോഗ് ലാമ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വിൻഡോ ഗാർണിഷ് ലോവർ, ഇതാണ് വിൻഡോ ഗാർണിഷ് ലോവർ വരുന്നത്. നല്ല സ്റ്റൈലായിട്ടുള്ള ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു വിൻഡോ ഗാർണിഷ് ലോവറാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 3 പീസാണ് നമുക്ക് ഇതിൽ വിൻഡോ ഗാർണിഷ് ലോവർ വരുന്നത്. ഈ ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്ക് ഒരു പീസ്,
അതേപോലെ തന്നെ സെക്കൻഡ് ഡോറിലേക്ക് ഇവിടെ വരെ ഒരു പീസാണ് വരുന്നത്, ഇവിടെ വരയ്ക്ക് ഒരു പീസാണ്, ഇതൊരു വേറെ പീസാണ്. അങ്ങനെ 3 പീസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കിൽ ഒരു സിൽവർ ലൈനും ഒരു റെഡ് ലൈനും ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ ഔട്ടറിൽ നമ്മൾ റെഡ് നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഷോയായി ഒരു സ്പോർട്ടി ലുക്കും കൂടി നമുക്ക് അതിലേക്ക് വന്നു. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റ് നമുക്ക് കാണാം. ബാക്കിൽ നമുക്ക് വരുന്നതിന് സിംഗിൾ സീറ്റാണ് വരുന്നത്, ചിലതിന് ഡബിൾ വരാറുണ്ട്, പക്ഷേ ഇത് സിംഗിളാണ്. പഞ്ചിനല്ല, ചില ഭാരതീയ വണ്ടിക്ക് വയ്ക്കും ഡബിളാണ് വരുന്നത്. ഇതൊറ്റ പീസാണ് നമുക്ക് വരുന്നത്, അതും അറ്റാച്ച്ഡ് ഹെഡ് റെസ്റ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് വർക്ക് ചെയ്ച്ച് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നത്. ഇപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഡോറുകൾ 1, 2, 4 ഡോറും തുറന്നിട്ടിരിക്കുകയാണ്. ഈ 4 ഡോറും നമ്മൾ തുറന്നിട്ടേക്കണത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ 9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ സാധാരണ വണ്ടികളിൽ നമുക്കത് കാണാൻ പറ്റില്ല, ചില വണ്ടികളിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിലൊരു ഡോർ ഞാൻ അടച്ചു, ഫ്രണ്ടിൽ 2 ഡോർ ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിമ്പിൾ കറക്റ്റായിട്ട് നമ്മുടെ സെറ്റിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. ബാക്കിൽ 2 ഡോർ തുറന്നു കൊടുക്കണം, ഫ്രണ്ടിൽ 2 ഡോർ നമ്മൾ അടച്ചപ്പോൾ കറക്റ്റായിട്ട് അതിൽ കാണിച്ചു. അപ്പോൾ നമുക്കിത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ക്യാൻവസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് നമ്മളിൽ ആഡ് ചെയ്യണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വീഡിയോയിൽ ക്യാൻവസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമുക്ക് ഇതിൽ വെക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കമ്പനി സിസ്റ്റം മാറ്റിയിട്ട് വേറെ സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്യാൻവസിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഡോറ് തുറന്നു കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഡോറ് തുറന്നു എന്നുള്ള അതിന്റെ സിമ്പിള് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അത് എന്ത് പരിപാടി ആയാലും നമുക്ക് അതിൽ അറിയാൻ പറ്റും. വണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ പഴയ സെറ്റിൽ കാണിച്ചിരുന്ന എല്ലാ സിമ്പിളും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അറിയാൻ പറ്റും. പക്ഷെ അതിൽ അതിന് വേണ്ടിയാണ് നമ്മൾ ക്യാൻവസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. സാധാരണ വണ്ടിയിലേക്കാണെങ്കിൽ നമുക്ക് ക്യാൻവസിന്റെ ആവശ്യം വരുന്നില്ല. മാരുതിയുടെ വണ്ടികളൊന്നും നമുക്ക് നേരിട്ട് തന്നെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ ക്യാൻവസിന്റെ ആവശ്യം വരുന്നില്ല. ഈ പ്രത്യേകിച്ച് ടാറ്റയുടെ വണ്ടിക്ക്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ വണ്ടികൾക്കാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ പോളോ അതുപോലെ തന്നെ അങ്ങനെ ചില വണ്ടികൾക്ക്, ചില കമ്പനിയുടെ വണ്ടികൾക്ക് നമുക്ക് ക്യാൻവസ് ആവശ്യമാണ്. ഇപ്പം ടാറ്റയുടെ വണ്ടി എന്ന് പറയുമ്പോൾ നെക്സോൺ ആയാലും പഞ്ച് ആയാലും ടിയാഗോ ആയാലും നമുക്ക് സ്റ്റീരിയോ വരുന്ന വണ്ടികളിൽ നമ്മൾ പുതിയ ആ സ്റ്റീരിയോ മാറ്റിയിട്ട് വേറെ സ്റ്റീരിയോ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാൻവസ് ആവശ്യം വരുന്നത്. അപ്പം അതിൻ്റെ എല്ലാ സിമ്പിളുകളും നമ്മളിപ്പോൾ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ ഡോർ തുറന്നതിൻ്റെ സിമ്പിൾ അതിൽ വരും. അതല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറന്നാൽ അതിൻ്റെ സിമ്പിൾ. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ഡോർ അടഞ്ഞു കിടക്കുകയാണ്, ആണ് ആ ഫ്രണ്ടിൽ ഡോർ അടഞ്ഞു കിടക്കുന്ന ബാക്കിലത്തെ തുറന്നു കിടക്കുന്ന സിമ്പിളാണ് അതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റീരിയോയുടെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ക്യാമറയും കാര്യങ്ങളും നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് കാണാം. ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ക്യാമറ നമ്മൾ വേറെ ഇതിൽ പുതിയത് വെച്ചതല്ല, അതിലുണ്ടായിരുന്ന ക്യാമറയാണ്. ഓൾറെഡി ഇതിലൊരു മിററും ഒരു LCD വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിറർ LCDയിലേക്ക്. അപ്പോൾ ശരിക്കും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മിററും LCD വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആള് ആ മിററിമത്തെ LCD ഊരി വെച്ച് വേറെ ക്യാമറ നമ്മൾ ഈ ക്യാമറ തന്നെ അതിലേക്ക് ആഡ് ചെയ്തു. മിററിൽ LCD മാറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്തത്. നല്ല വൈഡായിട്ട് കാണാവുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റീരിയോ, പിന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റ് കവർ. ഇത്രയും വർക്കുകൾ നമ്മളിൽ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്നും കൂടി റിവേഴ്സ് ക്യാമറ നമുക്ക് ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്യിച്ച് ഒന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റിവേഴ്സ് ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതല്ല, അത് കമ്പനി അവർക്ക് മിറർമർ LCDയും ഒരു ക്യാമറയും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ക്യാമറ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. അതാണ് ആ ക്യാമറ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് കാരണം അത് CCD ക്യാമറയാണ്, HD അല്ല. HD ക്യാമറയാണെങ്കിൽ HDയുടെ ലൈറ്റ് ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ ഡിസ്പ്ലേയിൽ ആ ലൈറ്റ് കത്തുമായിരുന്നു. ഇതാണ് മിറർമ വരുന്ന LCD. അത് നമ്മൾ ഊരി വെച്ചു. അല്ല, മിറർമ ഉണ്ടായിരുന്ന LCD നമ്മൾ ഊരി വെച്ചു. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതിപ്പോൾ സെൻട്രൽ മിററാണ് ആ കണ്ടത്. നേരത്തെ LCD ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് തുടക്കത്തിലെ, അത് അഴിക്കുന്നതിന് മുമ്പ്. ഇപ്പം അതിൻ്റെ സെൻട്രൽ മിററാണ് കാണിച്ചത് കേട്ടോ. LCD ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫോഗ് ലാമ്പും കൂടി നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് കാണാം. ഫോഗ് ലാമ്പ് നമുക്കറിയാം, കമ്പനി OE ഫിറ്റിംഗ് ഫോഗ് ലാമ്പാണ്. നമ്മളിത് പാർക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫോഗ് ലാമ്പ് അവിടെ കത്തും.
കണ്ട ഫോഗ് ലാമ്പ് കത്തി. അപ്പൊ ഇത്രയും വർക്കുകൾ നമ്മളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ഇപ്പൊ നമുക്കറിയാം ഈ പഞ്ചിന്റെ വീഡിയോ തന്നെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വളരെയധികം കേൾക്കുന്നുണ്ട് കേട്ടാ. ഈ ഒരു വീഡിയോ മാത്രമല്ല, പഞ്ചിന് കുറെ വർക്ക് ചെയ്തതിന്റെ വീഡിയോസ്, അതുപോലെ സീറ്റ് ഓവർ ചെയ്തതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.